ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. സോ നമ്മളിന്ന് ആ ഒരു 1/2026 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ പവർ പോയിന്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. സാധാരണ കാണുന്നതിനെ അപേക്ഷിച്ച് പവർ പോയിന്റ് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ സൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. വന്നതെല്ലാം തന്നെ ഇനിയും ഇതുപോലെ തന്നെ ചോദിക്കുമോ എന്ന് ചോദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രാക്ടിക്കൽ ഒബ്സർവേറ്ററി സ്റ്റഡി കൊണ്ട് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓൾമോസ്റ്റ് പവർ പോയിന്റിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇപ്പൊ 2020 മുതലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ പോയിന്റിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ലൈക്ക് സ്ലൈഡ് ഷോയുടെ എടുക്കാനുള്ള ടാബ് ഏതാണ്, ഫ്രം ബിഗിനിങ് ഷോർട്ട് കട്ട് എന്താണ്, പുതിയ ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് എന്താണ്, അല്ലെങ്കിൽ മാസ്റ്റർ വ്യൂസിന്റെ, അങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സൈഡ് ആയിരുന്നു പവർ പോയിന്റ് ഇത്ര നാളും പിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കലി ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും വന്നിട്ടുണ്ട്. അതിന്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പഴയ ആളുകളല്ല ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടുന്നത്, ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ള കുറെ ആളുകളുണ്ട്. അപ്പോൾ യങ്സ്റ്റേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടുമ്പോഴത്തേക്കും മാക്സിമം പഴയ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ രീതിയിൽ റാങ്ക് ഫയൽ കാണാപ്പാഠം പഠിച്ച് പോവുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം കുറച്ചും കൂടെ സീരിയസ് ആയിട്ട്. നേരത്തെ കുറേ പേർക്കൊക്കെ ഒരു ഒരു ബ്ലണ്ട് കോൺഫിഡൻസ് ഉണ്ട്. കുറെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പോർഷൻസ് ഒക്കെ സിമ്പിൾ ആണ്, എഴുതിയിട്ടിങ്ങ് പോരാന്നുള്ളത്. അങ്ങനെയല്ല, കമ്പ്യൂട്ടർ പോർഷൻസും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. മേ ബി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കുറച്ച് ടഫായിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. പ്രശ്നമില്ല, നമ്മൾ ഇനി ഓരോന്ന് ചെയ്യുമ്പം ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പം അത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ആദ്യം ടെൻഷൻ ആവണ്ട എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നേരത്തെ പഠിച്ച് ഇറങ്ങി ഒത്തിരി നാളായിട്ടുള്ളവർക്ക് മേ ബി കുറെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. ടഫ്നെസ് ലെവൽ ഇത്തിരി കൂടുതലാണ്. നമ്മൾ സാധാരണ പറയുന്ന ഒരു ക്വസ്റ്റ്യൻസ് പോലും ഇത്തവണത്തെ 2026 എക്സാമിൽ ആദ്യത്തെ എക്സാമിൽ തന്നെ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഒന്ന് നോക്കി പതുക്കെ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ പവർ പോയിന്റിന്റെ കൂടുതൽ ക്ലാസ്സുകളും അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് കാര്യങ്ങളും ഞാൻ ക്ലാസ്സുകളിൽ അവൈലബിൾ ആക്കുന്നതാണ് അത് എടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് ആ ടെൻഷൻ വേണ്ട, നമ്മൾ എല്ലാ കാര്യങ്ങളും വരിച്ചു പെറുക്കിയേ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്ലാസ് എടുക്കുന്നത്, ക്വസ്റ്റ്യൻസ് മാറിയിട്ടുള്ളത് കൊണ്ടാണ്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ന് ലൈവ് നമ്മൾ 5:30-ക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ റെക്കോർഡിങ്സ് വൈകിട്ട് 7 മണിക്കാണ് അവൈലബിൾ ആവുക. താല്പര്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് അറ്റൻഡ് ചെയ്യാനുള്ള ലിങ്ക് അവൈലബിൾ ആക്കുന്നതാണ്. ദെൻ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ തന്നെ ആൻസർ ചെയ്തേ. ഞാൻ വായിച്ച് കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. നിങ്ങൾ തന്നെ വായിച്ചിട്ട് ഒരു ആൻസർ എത്തിച്ചേ. ഞാൻ ഏകദേശം എത്ര മിനിറ്റാണ് സമയം വേണ്ടത് നിങ്ങൾക്ക്? 10 മിനിറ്റ് മതിയോ? മിനിറ്റ് സമയം തരാം. ആൻസർ ഒന്ന് പറഞ്ഞേ. Which of the following are valid method to insert a new slide into existing PowerPoint presentation എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓൾറെഡി ഉള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ അകത്തേക്ക് പുതിയതായിട്ട് ഒരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പുതിയ സ്ലൈഡാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിനകത്ത് സെലക്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ Ctrl+M പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ സ്ലൈഡിന്റെ ഷോർട്ട് കട്ടാണ് Ctrl+M വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്ലൈഡ് തമ്പനെയിൽ നമ്മളുടെ പവർ പോയിന്റിന്റെ വിൻഡോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു പാർട്ടീഷൻ ഉണ്ട്. അതിന് ഇത്രയും പോർഷൻസ് എന്ന് പറയുന്നത് റിബൺ ആണ്. പിന്നെ ഇവിടെയാണ് നമ്മളുടെ ആ പവർ പോയിന്റ് സ്ലൈഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇത് ഇങ്ങനെ ചെറിയ തമ്പനെയിൽ ഫോമിൽ ഇങ്ങനെ തരുന്നതാണ് എന്നുള്ളത് അറിയാം. അപ്പോൾ ഈ സ്ലൈഡ് തമ്പനെയിലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഒരു പോപ്പപ്പ് മെനു വരും, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റുവൽ മെനു വരും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും.
പിന്നെ അതുപോലെ തന്നെ ന്യൂ സ്ലൈഡ്, ഹോം ടാബിനകത്ത് സ്ലൈഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ന്യൂ സ്ലൈഡ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതിനകത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ വിധേന സ്ലൈഡ് നമ്മളുടെ പവർ പോയിന്റ് പ്രസന്റേഷനിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞെങ്കിലാണ് പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള വഴികളാണ് Ctrl+M, ഷോർട്ട് കട്ട് നമുക്ക് ഉപയോഗിക്കാം. Ctrl+M ആണ് ഷോർട്ട് കട്ട്. പിന്നെന്താണ്, സ്ലൈഡ് തംബ്നെയിലിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം കോണ്ടെക്സ്റ്റുവൽ മെനു വരും. അതിനകത്തുനിന്ന് ന്യൂ സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് ഹോം ടാബിനകത്തെ സ്ലൈഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ പേര് ഓർമ്മിരിക്കണം. സ്ലൈഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തു നിന്നാണ് ന്യൂ സ്ലൈഡ് എന്ന് പറയുന്ന ബട്ടൺ വരുന്നത്. സോ 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ അല്ലേ? ഉഷാറായിട്ടിരുന്നേ, രാവിലെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് വിത്ത് ദ യൂസ് ഓഫ് ഫംഗ്ഷൻ കീ ഇൻ പവർ പോയിന്റ്? ഫംഗ്ഷൻ കീ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ്. 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. F5 is used to start a slideshow. F1 is used to get help. പിന്നെന്താണ്, F7 is used for check spelling. ആണോ? ഇതിൽ ഏതാ ശരിയായിട്ടുള്ളത്? ഫംഗ്ഷൻ കീ F5 is used to start a slideshow. ഫംഗ്ഷൻ കീ F1 is used to get help. F7 is used to check spelling. ഏതാണ് ശരിയാണ്? 3ഉം കറക്റ്റ് ആണ് അല്ലേ? F5 ഫ്രം ബിഗിനിങ് തുടങ്ങാനായിട്ടാണ്, ഒന്നാമത്തെ സ്ലൈഡ് തൊട്ട് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് F5. F1 മോസ്റ്റ് കോമൺലി എല്ലാ സോഫ്റ്റ്വെയർസിലും ഹെൽപ്പ് മെനു കിട്ടാൻ വേണ്ടിയിട്ടാണ് F1 വരുന്നത്. F7 നമുക്കറിയാം പ്രൂഫിങ്ങിന് വേണ്ടിയിട്ടാണ്, സ്പെൽ ചെക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾ ഓഫ് 3 ആർ കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഈ ക്വസ്റ്റ്യൻ ടഫ് അല്ലല്ലോ. 3 ഷോർട്ട് കട്ടുകൾ കൃത്യമായിട്ട് അറിയണമെന്നേ ഉള്ളൂ. 3 അറിഞ്ഞെങ്കിലേ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. നേരത്തെ ആണെങ്കിൽ നമുക്ക് ഒരു ഷോർട്ട് കട്ട് അറിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഷോർട്ട് കട്ടും കൃത്യമായിട്ട് ഓർക്കണം എന്നുള്ളൊരു ഹിന്റാണ് 2026 PSC തന്നിട്ടുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെൻ ആഡിങ് ദ ഓഡിയോ ഫയൽ ഇൻ പവർ പോയിന്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ വാലിഡ് ഓഡിയോ സെറ്റിംഗ് ഓപ്ഷൻസ്? നമ്മളുടെ പവർ പോയിന്റിലേക്ക് ഓഡിയോ ഫയൽ ആഡ് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്നതിനകത്ത് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് വാലിഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. പ്ലേ അക്രോസ് സ്ലൈഡ്, സ്ലൈഡിന്റെ കൂടെ തന്നെ പ്ലേ ചെയ്തു പോകുന്ന രീതി. പ്ലേ ബിറ്റ്വീൻ സ്ലൈഡ്സ്, 2 സ്ലൈഡുകൾക്ക് ഇടയിൽ പ്ലേ ചെയ്യുന്ന രീതി. പിന്നെന്താണ്, ഹൈഡ് ഡ്യൂറിങ് ഷോ, പവർ പോയിന്റ് ഷോ ചെയ്യുന്ന സമയത്ത് അത് ഹൈഡ് ആയിട്ടിരിക്കാനുള്ള ഓപ്ഷൻ. ഇതിൽ വാലിഡ് ആയിട്ടുള്ള ഓഡിയോ ഓപ്ഷൻസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് 10 മിനിറ്റ് സമയം തരാം. ഡി അല്ല, സമയമായിട്ടുണ്ട്, പറഞ്ഞേ. ബി ആണ് ആൻസർ വരിക. എങ്ങനെയാ ബി ആൻസർ ആകുന്നത്? ഇതിന്റെ എക്സ്പ്ലനേഷൻ ആർക്കാ പറയാൻ പറ്റുക? ബിയുടെ എക്സ്പ്ലനേഷൻ എന്താ പറയാൻ പറ്റുക? ബിയുടെ എക്സ്പ്ലനേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യം അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്, നമുക്ക് ഒരു സ്ലൈഡിലാണ് എന്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ഒരു ഓഡിയോ ഫയൽ. ഇപ്പോൾ 2-3 സ്ലൈഡുകൾ ഇങ്ങനെ ഉണ്ട്, 1, 2, 3 സ്ലൈഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സ്ലൈഡിൽ നമുക്ക് ആഡ് ചെയ്യാം, രണ്ടാമത്തെ സ്ലൈഡിൽ നമുക്ക് ആഡ് ചെയ്യാം, ദെൻ മൂന്നാമത്തെ സ്ലൈഡിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഓരോ സ്ലൈഡുകളിലാണ്, സ്ലൈഡിന്റെ അകത്താണ് നമുക്ക് എന്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റുക? ഓഡിയോ ആഡ് ചെയ്യാനായിട്ട് പറ്റുക. 2 സ്ലൈഡുകൾക്ക് ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല?
ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ലൈക്ക് നമ്മൾ സ്ലൈഡ് പ്ലേ ആവണ സമയത്ത് ഒരു സ്ലൈഡ് ഉണ്ടാവും. ഇപ്പോൾ ഈ സ്ലൈഡിന് ഞാൻ സ്പീക്കർ നോട്ട് വെച്ചിട്ടുണ്ട്, മീൻസ് ഓഡിയോ നോട്ട് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാനായിട്ട്, ഇപ്പോഴല്ല ഞാൻ ഈ ഫയൽ നിങ്ങൾക്ക് അയച്ചു തരുന്ന സമയത്ത് ഇവിടെ എന്ത് കാണാനായിട്ട് പറ്റും, ഒരു സ്പീക്കർ കാണാനായിട്ട് പറ്റും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യണ സമയത്ത് ആ സ്ലൈഡുമായിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും. ദെൻ അടുത്ത സ്ലൈഡിലേക്ക് പോണ സമയത്ത് ഈ ഓഡിയോ നിൽക്കും. എന്നിട്ട് അവിടെ ഇതുപോലെ എന്താണ് ഈ സ്പീക്കറിന്റെ ബട്ടൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട ഓഡിയോസ് ആണ് കിട്ടുക. അതായത് ഓരോ സ്ലൈഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓഡിയോസ് ആണ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുക. ഇപ്പൊ ഞാനിപ്പോ ഈ സ്ലൈഡിൽ നിന്ന് അടുത്ത സ്ലൈഡിലേക്ക് മാറുന്ന സമയത്ത് ഞാൻ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ പോസിബിൾ അല്ല, പവർ പോയിന്റിനകത്ത് പോസിബിൾ അല്ല. ഈ സ്ലൈഡിന്റെ സ്പീക്കറിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഈ സ്പീക്കറിൽ ഓഡിയോ ഫയൽ ആയിട്ട് ആഡ് ചെയ്തിട്ട് എന്തൊക്കെയുണ്ടോ അത് നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ നിന്നുകൊണ്ട് കേൾക്കാം. അടുത്ത സ്ലൈഡിൽ പോകുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് വരിക. അല്ലാതെ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓഡിയബിൾ ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു സ്ലൈഡിനകത്താണ് നമുക്ക് എന്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഓഡിയോ നോട്ടുകൾ ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് അത് ഈ പവർ പോയിന്റ് ഷോ F5 അല്ലെങ്കിൽ ഫുൾ സ്ക്രീൻ വ്യൂ കൊടുക്കുന്ന സമയത്ത് ഈ ഓഡിയോ നോട്ട്സ് ഹിഡൻ ആക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ബിറ്റ്വീൻ സ്ലൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മളുടെ ആൻസർ ശരിയായിട്ടുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ലെവൽ എങ്ങനെയുണ്ട്? ഈ ക്വസ്റ്റ്യൻ ലെവൽ എങ്ങനെയുണ്ട്? ഇത് പഴയ ക്വസ്റ്റ്യൻ അല്ല, ഇതൊരു പുതിയ ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാ വരണേ എന്നുള്ളത് ഞാൻ ലാസ്റ്റ്, ഇത് ടഫ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്, ലൈക്ക് ടഫ് അല്ല, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാനിത് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലാസ്സിൽ ഇത് കഴിയുമ്പം എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് ഒരു 15 മിനിറ്റും കൂടെ കൂടുതൽ നിൽക്കേണ്ടതായിട്ട് വരും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following describe the function of a hyperlink in PowerPoint presentation? ഹൈപ്പർലിങ്ക് ഇന്നലത്തെ ക്ലാസ്സിൽ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വാക്കുകൾ ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കണക്ട് ചെയ്യുക. സിമ്പിൾ ആണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ തന്ന് പേടിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഹൈപ്പർലിങ്ക് എന്താണെന്ന് മാത്രം ഓർത്താൽ മതി. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ആൻസർ വരുന്നത്? പറഞ്ഞേ. ആൻസർ വരുന്നത് എന്താ? യെസ്, കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഞാൻ ഈ ഹൈപ്പർലിങ്ക് ഒക്കെ പറയുന്ന സമയത്ത് ഈ ജമ്പ് എന്ന് പറയുന്ന വാക്ക് ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ളതൊക്കെ കീവേഡ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ പവർ പോയിന്റ് ഷോ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത്, പവർ പോയിന്റ് ഷോ നടക്കുന്ന സമയത്ത് വേറൊരു സ്ലൈഡിലേക്കോ, മീൻസ് ആ പവർ പോയിന്റിൽ തന്നെയുള്ള വേറൊരു സ്ലൈഡിലേക്കോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ വെബ്സൈറ്റിലേക്കോ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സൈറ്റിലേക്കോ പോകണമെന്നുണ്ടെങ്കിൽ, ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പറയുന്ന ഹൈപ്പർ ലിങ്ക് ഉപയോഗിക്കാം. ഹൈപ്പർ ലിങ്കിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൈപ്പർ ലിങ്ക് എങ്ങനെയാണ് ആക്റ്റീവ് ആവുന്നത് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചു വെക്കുന്നത്. അത് ഇത്തിരി ഡെക്കറേറ്റീവ് രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ, ഒന്ന് പേടിപ്പിക്കാനായിട്ട്. പക്ഷേ ഇത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. To ensure videos start playing automatically as soon as the slide appear during the slideshow in a PowerPoint, which option should you choose in the video playback settings? Okay, ഇത് വീഡിയോ അല്ലെങ്കിലും നിങ്ങൾ നമ്മളുടെ മെയിൻ ക്ലാസ്സിലുള്ള കുട്ടികൾ, അവർ ക്ലാസ്സിൻ്റെ ലൈവിൻ്റെ തുടക്കം തൊട്ട് അറ്റൻഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഞാൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യുന്നത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ എഴുതാം. എന്താണ് ഇതിൻ്റെ ആൻസർ വരിക? എന്താണ് ഇതിൻ്റെ ആൻസർ വരിക? ബി അല്ല, ബി അല്ല ആൻസർ വരുന്നത്.
ക്ലിക്ക് ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്നതാണ് കേട്ടോ. ഓട്ടോമാറ്റിക്കലി ആണ്, റാൻഡം കേസ് ആണെന്ന് തോന്നുന്നു എല്ലാവരും ചെയ്യണത്. അത് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കുറെ കാര്യങ്ങൾ മാറ്റുന്നതായിട്ട് നിങ്ങൾ ലൈവിൽ കണ്ടിട്ടുണ്ടോ? നമ്മളുടെ മെയിൻ ലൈവ് ചെയ്യണ സമയത്ത് കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ല? ഞാൻ ഇവിടെ ഒരു ടിക്ക് മാർക്ക് മാറ്റിയിട്ടാണ് വരിക. ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ അത് സമയം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ അതേ രീതി തന്നെയാണ് വീഡിയോയിലും വരിക. അപ്പോൾ അത് മാറ്റിയിട്ട് മൗസ് ക്ലിക്ക് വരുമ്പോഴാണ് നമുക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വരും. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ ഒരു എന്താ പറയുക 5 സെക്കൻഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കാം, ഞാൻ സ്ലൈഡ് മാസ്റ്ററിലാണ് മാറ്റുന്നത്. ട്രാൻസിഷൻ എടുത്തിട്ട് ഓൺ മൗസ് ക്ലിക്ക് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ 5 സെക്കൻഡ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയേ, ഞാനിനി സ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ ഞാനിനി ഒന്നും തൊടുന്നൊന്നുമില്ല, എവിടെയും ക്ലിക്ക് ചെയ്യുന്നില്ല. 5 സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാറണം. മാറുന്നത് കണ്ടോ? ഇത് ഓട്ടോമാറ്റിക്കലി ഇതിപ്പോൾ ഞാൻ സ്ലൈഡിൻ്റെ ആണ് കാണിച്ചത്. ഇതേ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഡോക്യുമെന്റിൽ ഒരു വീഡിയോ ആഡ് ചെയ്യണ സമയത്ത് അത് സ്ലൈഡ് ഷോ തുടങ്ങുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കത് സ്റ്റാർട്ട് ആവണം, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതല്ലാതെ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി അത് സ്ലൈഡ് ഷോ തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഈ ഓപ്ഷൻ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ വീഡിയോ ഓർ ഓഡിയോ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന കോണ്ടെക്സ്റ്റുവൽ ടാബ് വഴിയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നമ്മൾ സ്ലൈഡ് ഷോ തുടങ്ങിയ ഉടനെ തന്നെ ആസ് സൂൺ ആസ് സ്റ്റാർട്ട്, എപ്പോഴാണോ സ്ലൈഡ് അപ്പിയർ ആവുന്നത് അപ്പോൾ തന്നെ വീഡിയോ പ്രസന്റ് ആവണം എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് സ്ലൈഡിൽ വരുന്നത് കേട്ടോ. സ്ലൈഡ് ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്വാൻസ് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ എത്ര സെക്കൻഡ് വേണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് ഐദർ ഓട്ടോമാറ്റിക് ആയിട്ടും ചെയ്യാം അല്ലെങ്കിൽ മൗസ് ക്ലിക്ക് ആയിട്ടും ചെയ്യാം. നിങ്ങൾ ഇനി പവർ പോയിന്റ് പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം പഠിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും മിക്കവാറും ഇങ്ങനെ ചെയ്യാറുണ്ട്. എല്ലാ സ്ലൈഡുകളും ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ളത് കൊണ്ട് ഞാനത് മാറ്റാറുണ്ട്. അപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ എഴുതായിരുന്നു. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് വന്നിട്ടുള്ളത് വീഡിയോയുടെ അല്ല, മൂവി എന്ന് പറയുന്ന ബട്ടന്റെ കോണ്ടെക്സ്റ്റുവൽ ടാബിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ അത്രയും അകത്തുനിന്നാണ് വന്നേക്കുന്നത് എന്നുള്ളത് ഓർക്കുക. കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയണം. കാണാപ്പടം പഠിച്ചിട്ട് കാര്യമില്ല എന്നല്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. പുതിയ ആളുകൾ ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ രീതിയിലുള്ളതാണ്. ലൈക്ക് നമ്മളുടെ ഈ ഒരു ഏജിലുള്ളവർ ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈ കാര്യങ്ങളാണുള്ളത്. പഴയ ആളുകളാണ് ഇടുന്നത്. ഒരു 45 ഏജ് ഒക്കെ ഉള്ളവരാണ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടേക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് 100 കൂട്ടത്തിന് പണിയുള്ളത് കൊണ്ട് അവർ മെനക്കെട്ടിരിക്കത്തില്ല. റാൻഡം ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് അങ്ങ് എടുത്തിടത്തേ ഉള്ളൂ. മീൻസ് ഞാനിപ്പം ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ സീനിയേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാനിത് ഓപ്പൺ ആയിട്ട് പറയുന്നത്. സീനിയേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ മെനക്കെട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യാനായിട്ട് ലൈബ്രറിയിൽ പോവുകയോ ഒന്നും ചെയ്യില്ല. ഓൾറെഡി ഉള്ളൊരു ക്വസ്റ്റ്യൻ ബാഗിൽ നിന്ന് അങ്ങ് 10 ക്വസ്റ്റ്യൻസ് തലേന്നൊക്കെ വന്ന് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും അങ്ങ് അയച്ചു കൊടുക്കുന്നുണ്ടാവുക PSCക്ക്. പക്ഷേ യങ്സ്റ്റേഴ്സ് അങ്ങനെയല്ല. ഇപ്പം ജോലിക്ക് കയറിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ടെൻഷൻസ് ഉണ്ട്. മീൻസ് കൃത്യമായിട്ട് ചെയ്യണം, അതാണ് ഇതാണെന്നുള്ള ഒരു കയറിയ അതുണ്ടല്ലോ. അപ്പം അതിനനുസരിച്ച് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ അവർ ലൈബ്രറിയിൽ പോയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് അയക്കുക. അപ്പം അവർ പ്രിപ്പയർ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ PSCയുടെ തന്നെ നിർദ്ദേശമുള്ളത് എന്താ പറയുക, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ അവർ ആ കോണ്ടെക്സ്റ്റ് എടുത്തിട്ട് ആ കോണ്ടെക്സ്റ്റ് വായിച്ച് നോക്കിയിട്ടാണ് അതിനകത്തുനിന്ന് വരിക. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അത് നോക്കണം കേട്ടോ. സീനിയേഴ്സ് ഇടുമ്പോഴാണ് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ഇപ്പം ജൂനിയേഴ്സ് ആണ് കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. അപ്പം അതിൻ്റെ ഒരു ടഫ്നെസ് ഉണ്ട്. ക്വസ്റ്റ്യൻസും വെറൈറ്റി വരാനുള്ള കാരണം അതാണ്. കാരണം സീനിയേഴ്സ് ഒക്കെ ജസ്റ്റ് കമ്പ്യൂട്ടർ എന്താണെന്ന് പഠിച്ച് വന്നിട്ടുള്ള അങ്ങനെയുള്ളവരായിരിക്കും. പക്ഷെ ജൂനിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചപ്പോൾ തൊട്ടേ കമ്പ്യൂട്ടറിൽ വന്നിട്ടുള്ള ആളുകളാണ്. അത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കാണുമ്പം ലൈക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവും. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി.
ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ് കേട്ടോ, പേജ് നമ്പർ അല്ലെങ്കിൽ സ്ലൈഡ് നമ്പർ എന്നുള്ള ക്വസ്റ്റ്യന്. വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയോ? ആൻസർ പറയൂ, എന്താണ് ആൻസർ? ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു റാങ്ക് ഫയലിലും ഇതിന്റെ ആൻസർ നിലവിൽ ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത് വരെയുള്ള ഈ സമയത്ത് ഇതുവരെ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു റാങ്ക് ഫയലിലും ഇതിനെപ്പറ്റി ഒരു മെൻഷനിങ് ഇല്ല. കാരണം ഈ ഒരു ഓപ്ഷനിൽ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കോർപ്പറേറ്റിലൊക്കെ ഉപയോഗിക്കുന്നതാണ്, IT സ്ഥാപനങ്ങളിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നതാണ്. മീൻസ് ഏറ്റവും ക്വിക്കായിട്ട് എടുക്കുന്ന ഒരു രീതിയാണ്. നമ്മളിപ്പോൾ ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ഒരു റിവ്യൂ മീറ്റിംഗ് ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇപ്പം ഞാൻ ആ ഫീൽഡിലും വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവിടെ നടക്കുന്ന പരിപാടികൾ അറിയുന്നതുകൊണ്ട് പറയാം, ഇങ്ങനെയുള്ള കുറച്ച് ഹിഡൻ ഷോർട്ട് കട്ടുകളുണ്ട്. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടതല്ല, പക്ഷേ നമ്മളുടെ വർക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാൻ നമുക്ക് ഏറ്റവും വേണ്ടത് ഏറ്റവും മിനിമം സമയത്തിനുള്ളിൽ മാക്സിമം പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ് ഈ കോർപ്പറേറ്റുകളുടെയൊക്കെ ലക്ഷ്യം വരുന്നത്. അപ്പോൾ അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. സോറി, ഇതല്ല, അല്ല ഈ ക്വസ്റ്റ്യൻ അല്ല, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തോളൂ. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി സ്ലൈഡ് നമ്പർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ബി കറക്റ്റ് ആൻസർ ആണ്. ഓഡിയൻസിന് ഒരു ട്രാക്ക് ഉണ്ടാവും. ഇപ്പൊ തന്നെ നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യണത്. 4ാമത്തെ സെറ്റ് ആയതുകൊണ്ട് 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യണത്. കഴിഞ്ഞ സെറ്റിൽ നമ്മൾ 30 നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ കണ്ടിന്യൂസ് നമ്പർ ആണ് ഇട്ടേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്പർ ഇട്ടേക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന ക്വസ്റ്റ്യനിലേക്ക് എത്താം. ഇത് സിമ്പിൾ ആയിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞില്ലേ, ഓഫീസുകളിലൊക്കെ കോർപ്പറേറ്റുകളിലൊക്കെ റിവ്യൂ മീറ്റിങ്ങിനൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും ക്വിക്കായിട്ട് പോസിബിൾ ആക്കുന്ന ഒരു വഴിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതുവരെയുള്ള റാങ്ക് ഫയലുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇതിന്റെ ആൻസർ പറഞ്ഞേ. ഈ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എനിക്ക് ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോയതാണ്. ഇത് ഈ ക്വസ്റ്റ്യൻ ഇട്ട ഒരാളുടെ മൈൻഡ് മേ ബി അയാൾ ഏതെങ്കിലും IT പ്രൊഫഷണൽ ആയിരിക്കാം, പിന്നീട് കമ്പ്യൂട്ടറിലെ ടീച്ചറായിട്ട് ജോയിൻ ചെയ്ത ആളായിരിക്കാനാണ് കൂടുതലും സാധ്യതകളുള്ളത്. കാരണം ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടുതലും IT കമ്പനീസിലാണ് കൂടുതലും ഉപയോഗിക്കുക. അവിടെയാണ് കമ്പ്യൂട്ടറിന്റെ ഏറ്റവും മാക്സിമം പ്രൊഡക്ടിവിറ്റി വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം വരുന്നത്. അപ്പൊ അവിടെയുള്ള ഷോർട്ട് കട്ടുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഇതിന്റെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയോ. When you are in a slide show അതൊരു ഹിന്റാണ്. നമ്മൾ സ്ലൈഡ് ഷോയിലാണ് നിൽക്കുന്നത്. സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവി ലൈക്ക് പ്രസന്റേഷൻ ആണ്. അതായത് നിങ്ങളിപ്പോ കാണുന്നത് സ്ലൈഡ് ഷോ ആണ്. ഇതിനകത്ത് പവർ പോയിന്റിലെ മറ്റ് ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ അല്ല. സോ when you are in a slide show view in PowerPoint and want to go to a specific slide, നിങ്ങളിപ്പോൾ ഒരു സ്ലൈഡ് ഷോയിലാണ് നിൽക്കുന്നത്, എനിക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് സ്ലൈഡിലേക്ക്, ഈ പവർ പോയിന്റിലെ മറ്റേതെങ്കിലും ഒരു സ്ലൈഡിലേക്ക് പെട്ടെന്ന് പോകണം എന്നുണ്ടെങ്കിൽ മറ്റൊന്നിന്റെ, ഇപ്പൊ ഞാനിപ്പോ ആരോ കീസ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ലൈഡ് കഴിഞ്ഞ് എനിക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതല്ല, ക്വിക്കായിട്ട് ജമ്പ് ചെയ്യണം, മറ്റൊരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ എന്ത് ചെയ്യണം, ക്വിക്കായിട്ട് ആ സ്പെസിഫിക് സ്ലൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ഫാസ്റ്റസ്റ്റ് വേ എന്നുള്ളതാണ് ചോദിച്ചേക്കണത്. അപ്പോൾ നമ്മൾ സാധാരണ റാങ്ക് ഫയലുകളിലും ഒക്കെ പഠിക്കുന്നത് എന്താണ്, സ്ലൈഡുകളിൽ നിന്ന് അഡ്വാൻസ് ചെയ്യാൻ നമുക്ക് സ്പേസ് എടുക്കാം, എൻ്റർ കീ എടുക്കാം, ക്യാരക്ടർ കീസ് എടുക്കാം, അതുപോലെ തന്നെ ആരോ കീസ് എടുക്കാം എന്ന് മാത്രമേ നമ്മൾ ഗൈഡുകളിൽ കാണാറുള്ളൂ. പക്ഷേ ഇത് പക്ക പ്രാക്ടിക്കൽ സൈഡ് അല്ലെങ്കിൽ നമ്മളുടെ ജോലിയുടെ ഇതനുസരിച്ച് നമ്മളൊരു റിവ്യൂ മീറ്റിങ്ങിനോ മറ്റോ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് സ്ലൈഡ് ഷോയിൽ നിന്നുകൊണ്ട് പോകേണ്ട ഒരു മെത്തേഡാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് മൗസ് ഉപയോഗിച്ച് ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് സ്ലൈഡ് പോവാം, അല്ലെങ്കിൽ ഇവിടെ ഇതിൽ അതിൻ്റെ ഓപ്ഷൻസ് അവൈലബിൾ ആക്കിയിട്ടില്ല. ഓൾ സ്ലൈഡ് കൊടുത്തിട്ട് ഇങ്ങനെ പോവാം.
ഓക്കെ, ഇത് ഞാനിപ്പോൾ 2016 ആയതുകൊണ്ടാണ്. 7ൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അവിടെ ഗോ ടു സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ നോക്കാം, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫാസ്റ്റസ്റ്റ് വേ എന്നുള്ളതാണ്. അപ്പോൾ ഒരു റിവ്യൂ മീറ്റിംഗ് എടുക്കാൻ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്രസന്റ് ചെയ്യാൻ നിൽക്കുകയാണ്. ലൈക്ക് അയാൾ മറ്റൊരു കാര്യങ്ങളൊന്നും കയ്യിൽ ഹോൾഡ് ചെയ്യാതെ ആയിരിക്കും നിൽക്കുന്നുണ്ട്. അയാൾ ക്ലാസ് എടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾ ഒരിക്കലും മൗസ് വന്നിട്ട് എടുത്ത് ചെയ്യത്തില്ല. അപ്പൊ ഏറ്റവും ക്വിക്കായിട്ട് അയാളുടെ ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന ലാപ്ടോപ്പിന്റെ കീബോർഡ് ഉപയോഗിച്ച് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് വെച്ചിട്ടായിരിക്കും അയാൾ ചെയ്യുക. സോ ക്ലിക്ക് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് അല്ല. അപ്പോൾ സ്പേസ് ബാർ മൾട്ടിപ്പിൾ ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഓരോ സ്ലൈഡും കഴിഞ്ഞിട്ടേ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. സോ ക്വിക്കസ്റ്റ് വേ എന്ന് പറയുന്നത് ഏതാണോ സ്ലൈഡ് നമ്പർ, നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ജമ്പ് ചെയ്യേണ്ട സ്ലൈഡ് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ നോട്ടിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ പറയാനായിട്ട് എടുത്തേക്കുന്ന ആ റിട്ടേൺ മെറ്റീരിയലിൽ സ്ലൈഡ് നമ്പർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ലൈഡ് നമ്പർ നമ്മുടെ ന്യൂമറിക് കീപാഡിൽ അടിച്ചിട്ട് എന്ത് ചെയ്യണം, എൻറ്റർ കൊടുക്കണം. ലൈക്ക് അതൊരു ഹിഡൻ പ്രോസസ് ആണ്. അപ്പോൾ എന്താണ് വേണ്ടത്, സ്ലൈഡ് നമ്പർ നമ്മൾ ന്യൂമറിക് കീപാഡിൽ അടിക്കണം കേട്ടോ, അല്ലാത്തടത്ത് പോയി അടിച്ചിട്ട് കാര്യമില്ല. ന്യൂമറിക് കീപാഡ് വെച്ചിട്ട് ആ സ്ലൈഡ് നമ്പർ അടിച്ച് എൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ലൈഡിലേക്ക് ക്വിക്കായിട്ട് ജമ്പ് ആവും. അപ്പോൾ ഞാനിപ്പം നമ്മളുടെ ഒന്നാമത്തെ സ്ലൈഡിലേക്ക് ജമ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കാണിക്കാം. നമ്മളിപ്പോൾ 37ാമത്തെ നമ്പർ കൊടുത്തിട്ടുള്ള സ്ലൈഡിലാണ് നിൽക്കുന്നത്. 7ാമത്തെയോ 8ാമത്തെയോ സ്ലൈഡിലാണ് ഈ നിൽക്കുന്നത്. ഒന്നാമത്തെ സ്ലൈഡിലാണ് ഈ എഡ്ജ് വാലിയുടെ റൗണ്ട് ഷേപ്പിലുള്ള ലോഗോ ഉണ്ടായിരുന്നത് നമ്മൾ തുടങ്ങുന്ന സമയത്ത്. സോ ഞാൻ ഈ 37ാമത്തെ ഇതിൽ നിന്നുകൊണ്ട് ന്യൂമറിക് കീപാഡിൽ 1 അടിക്കാൻ പോവാണ്. എന്നിട്ട് എൻറ്റർ കൊടുക്കുന്ന സമയത്ത് നോക്കാം, കണ്ടോ 1ലേക്ക് ക്വിക്കായിട്ട് ജമ്പായി. കണ്ടോ 8 ഞാനിപ്പോൾ അടിച്ചത്. 8 വന്നപ്പോൾ 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. കണ്ടോ, അപ്പൊ ക്വിക്കായിട്ട് ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ടൈപ്പ് ദ സ്ലൈഡ് നമ്പർ ആൻഡ് പ്രസ് എൻറ്റർ. സ്ലൈഡ് നമ്പർ എൻറ്റർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ന്യൂമറിക് കീപാഡ് ആയിരിക്കണം. ഓക്കെ, ഇത് കാണാപ്പാഠം പഠിച്ചു പോകേണ്ട കാര്യമല്ല. ഈ ക്വസ്റ്റ്യന്റെ ലെവൽ തന്നെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, ഇത് ചെയ്ത് പരിചയമുള്ള ആളിട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കൃത്യമായിട്ട് പവർ പോയിന്റ് യൂസ് ചെയ്യാൻ അറിഞ്ഞിട്ടുണ്ടാവുക. കാണാപ്പാഠം പഠിച്ചു പോകണതിൽ അർത്ഥമില്ല എന്ന് 100% ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഓൺലൈൻ എക്സാം ആയിരുന്നു ഭാഗ്യത്തിന്. കാരണം ഇൻ കേസ് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് ആൻസർ തെറ്റിപ്പോയി ഒന്നും ഇങ്ങോട്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഓൺലൈൻ എക്സാമിന് തന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഞാനിപ്പം ബി കൊണ്ട് കറുപ്പിച്ചു, ബി കൊണ്ട് ക്ലിക്ക് ചെയ്തു, അത് കഴിഞ്ഞ് ഒന്നുകൂടെ വായിച്ചു നോക്കിയപ്പോഴാണ് അയ്യോ സി ആണെന്ന് മനസ്സിലായത്. അപ്പം എനിക്ക് സിയിലേക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക എന്നുള്ളത് ഞാൻ എപ്പോഴും പറയണതാണ്. അത് തന്നെ ഫോക്കസ് ചെയ്തോളുക. ഓക്കെ, ദെൻ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടായിരുന്നു? ടൈപ്പിന്റെ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ആട്ടോ വരേണ്ടത്. സിമ്പിൾ ആയിട്ട് വരണ കാര്യത്തിന് ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഇതിന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ വാലിഡ് വ്യൂ അവൈലബിൾ ഇൻ ദ വ്യൂ മെനു ഓഫ് എ പവർ പോയിന്റ്? പവർ പോയിന്റ് വ്യൂ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ് പവർ പോയിന്റ് വ്യൂസ് വരുന്നത്? പവർ പോയിന്റിന് പ്രസന്റർ വ്യൂസും ഉണ്ട്, മാസ്റ്റർ വ്യൂസും ഉണ്ട്. പ്രസന്റർ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയൊക്കെ കാണുന്നു എന്നുള്ളതാണ് പ്രസന്റർ വ്യൂ വരുന്നത്. മാസ്റ്റർ വ്യൂ എന്ന് പറയുന്നത് സ്ലൈഡിന്റെ അല്ലെങ്കിൽ ഹാൻഡ് നോട്ടിന്റെ ഒക്കെ ഡിസൈൻ വ്യൂസിനെയാണ് മാസ്റ്റർ വ്യൂ എന്ന് പറയാ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതെല്ലാം തന്നെ പ്രസന്റർ വ്യൂസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞേ. 3 എണ്ണം ഉണ്ട്. നോർമൽ, ഔട്ട്ലൈൻ, സ്ലൈഡ് സോർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് 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 ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നോർമൽ ആണ് ഡീഫോൾട്ട് വ്യൂ എന്ന് പറയുന്നത്. പവർ പോയിന്റിന്റെ ഡീഫോൾട്ട് വ്യൂ എന്ന് പറയുന്നത് നോർമൽ ആണ്. നോർമൽ കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ സൈഡിൽ സ്ലൈഡ് തമ്പനയിൽ വരിക. ആ തമ്പനയിലിൽ സ്ലൈഡ് എന്നും ഔട്ട്ലൈൻ എന്നും പറഞ്ഞ 2 ഓപ്ഷൻസ് ഉണ്ട്. ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഗ്രാഫിക്സ് ഒന്നും ഇല്ലാതെ ടെക്സ്റ്റ് മാത്രം കാണിക്കുന്നതാണ് ഔട്ട്ലൈൻ. ഗ്രാഫിക്സ് എഫക്റ്റുകൾ ഒന്നും ഇല്ലാതെ ജസ്റ്റ് നമ്മളുടെ നോട്ട് പാഡിന്റെ ടെക്സ്റ്റ് പോലെ കാണിക്കുന്നതാണ് ഔട്ട്ലൈൻ വ്യൂ. ദെൻ ഇവിടെ സ്ലൈഡ് സോർട്ടർ എന്ന് പറയുന്നത് കുഞ്ഞു തമ്പനെയിൽസ് ആയിട്ട് ഒരൊറ്റ സ്ക്രീനിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ തമ്പനെയിൽസ് ആയിട്ട് സ്ലൈഡിനെ കാണിക്കുന്നതാണ്. നമുക്ക് സ്ലൈഡിന്റെ ക്വിക്ക് അറേഞ്ചിനും അതുപോലെ തന്നെ എല്ലാ സ്ലൈഡുകൾക്കും കോമൺ ആയിട്ടുള്ള ഫോർമാറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലും കോമൺ ആയിട്ടുള്ള ട്രാൻസിഷൻസും കാര്യങ്ങളും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലും
നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്ലൈഡ് സോർട്ടർ വ്യൂ എന്നുള്ളത്. കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഈ ക്ലാസ്സിന്റെ അവസാനം ഞാനിത് കാണിച്ചു തരാം, ഈ 3 വ്യൂസും എന്താണെന്നുള്ളത് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is the correct term in PowerPoint for a presentation that is saved in a format that automatically opens in the slideshow view instead of editing view? അതായത് നമ്മൾ പവർ പോയിന്റിന്റെ ആ ഒരു ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പോലെ പവർ പോയിന്റ് സ്ലൈഡ് ഷോ ആയിട്ട് വരണം, എഡിറ്റിംഗ് ഒന്നും കാണാതെ ഡയറക്റ്റ് ഇങ്ങനെ ആയിട്ട് വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിലാണ് സേവ് ചെയ്യാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഏതാണ്? .ppsx ആണ്. ഷോ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പവർ പോയിന്റ് ഷോയുടെ എക്സ്റ്റൻഷൻ വന്നിട്ട് .ppsx ആണ് എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. സോ അതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is the key difference between inserting a chart and inserting a diagram in PowerPoint? ഓപ്ഷൻസ് വായിച്ചു നോക്കിയേ. നമുക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എവിടെ പഠിക്കാനില്ല, പക്ഷെ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഡയഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത് സ്മാർട്ട് ആർട്ടിനെയാണ്. ഓക്കെ, ഹിന്റ് ഞാൻ തന്നിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. വാട്ട് ഈസ് ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ ചാർട്ട് ആൻഡ് ഡയഗ്രാം? സ്മാർട്ട് ആർട്ട് എന്ന് ഇവിടെ ഡയറക്റ്റ് ചോദിച്ചേക്കുമല്ല, ഇൻഡയറക്റ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് സ്മാർട്ട് ആർട്ട് എന്ന് ഓർമ്മയുണ്ടെങ്കിലാണ് ഡയഗ്രാം വരുമ്പോൾ ഇത് സ്മാർട്ട് ആർട്ടിനെ കുറിച്ചാണ് വന്നേക്കുന്നത് എന്നുള്ളത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർട്ടും സ്മാർട്ട് ആർട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയണം, എന്നാലാണ് ആൻസർ കിട്ടുള്ളൂ. ഏതാണ്? കറക്റ്റ് ആണ്, ഡി ആണ്. അപ്പോൾ ചാർട്ട് ഇസ് യൂസ്ഡ് ടു വിഷ്വലി റെപ്രസെന്റ് ന്യൂമറിക് ഡാറ്റ. നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ ടേബിളിന്റെ ബേസ് ഒരു ഗ്രാഫ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ചാർട്ട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്. പക്ഷേ സ്മാർട്ട് ആർട്ടിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് റിലേഷൻഷിപ്പിനെയോ പ്രോസസ്സിനെയോ ഹൈറാർക്കിനെയോ ഒക്കെ കാണിക്കുന്ന എന്താണ് ഡയഗ്രംസ്, നമ്മളുടെ കോൺസെപ്റ്റിനെ ഒന്നുകൂടെ വിഷ്വലൈസ് ചെയ്യാൻ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഡയഗ്രംസ് ആണ് സ്മാർട്ട് ആർട്ടിനകത്തുള്ളത് എന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇവിടെ ഡയഗ്രാം എന്ന് മെൻഷൻ ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഡയഗ്രാം ആണെന്നുണ്ടെങ്കിൽ എന്താണ്? കോൺസെപ്റ്റുകളാണ്. ഇപ്പൊ ഞാനിപ്പോൾ ഒരു ഒരു ഹേബർ പ്രോസസ്സിനെ കുറിച്ച് പറയാണ്. അമോണിയ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് ഹേബർ പ്രോസസ്സ് എന്ന് പറയാ. അപ്പോൾ അതിന്റെ പ്രോസസ്സ് ഞാൻ ഇങ്ങനെ ഒരു 5-6 പേപ്പറായിട്ട് വരച്ച് എഴുതി വെക്കുന്നതിനേക്കാളും എളുപ്പം അതിന്റെ ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ എഴുതിയേക്കാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വരച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് കാണാനും പഠിക്കാനും എളുപ്പം. ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മളുടെ മൈൻഡ് എപ്പോഴും പിക്ചേഴ്സ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. വാക്കുകളെക്കാളും അത് ചിത്രങ്ങളാണ് കൂടുതലും നമ്മളുടെ മൈൻഡൊക്കെ കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ പഠിക്കുന്ന കേസിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനെ ഓരോ ഡയഗ്രാം ആയിട്ട് വെച്ച് വരച്ച് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജന്മത്ത് മറക്കത്തില്ല. അപ്പൊ ഒരു പിക്ചോറിയൽ കീപ്പിംഗ് ആണ് നമ്മളുടെ മൈൻഡിൽ ചെയ്യണത്. അപ്പൊ അത്തരത്തില് ആ വിഷ്വൽസിനെ അല്ലെങ്കിൽ ആ കോൺസെപ്റ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന വിഷ്വലൈസ് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് സ്മാർട്ട് ആർട്ടിനകത്തുള്ളത്. ഇവിടെ പ്രോസസ്സ്, റിലേഷൻഷിപ്പ് എന്നൊക്കെ ക്ലൂ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇതും കോൺസെപ്റ്റ് അറിയുമെങ്കിൽ മാത്രം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു 2026 വന്നിട്ടുള്ള 10 പവർ പോയിന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒരു ക്വസ്റ്റ്യനും തന്നെ നമ്മൾ സാധാരണ കാണുന്ന രീതിയിൽ എന്ത് വന്നിട്ടില്ല, ഇതിന്റെ ഷോർട്ട് കട്ട് എന്താണ്, അല്ലെങ്കിൽ ഇത് ഏത് ടാബിലെ കണ്ടന്റ് ആണ്, ഇതെങ്ങനെയാണ് എടുക്കുക എന്ന് പറയുന്ന വളരെ ഈസി ഗോ ആയിരുന്നു പവർ പോയിന്റിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടില്ല. അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക. അപ്പൊ ഞാൻ ഒരു കാര്യം കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിക്കാം. ഒരു മിനിറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ ഇതുവരെ പറഞ്ഞേല? ഇത് 2026 ക്വസ്റ്റ്യൻ ആണ്.
2026 ഒറ്റ ക്വസ്റ്റിനെ നടന്നിട്ടുള്ളൂ. നമ്മളുടെ ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഈ ഒരു സിലബസിൽ ഈ ഒരൊറ്റ ക്വസ്റ്റിനെ 2026 നടന്നിട്ടുള്ളൂ. അത് ജനുവരിയിൽ നടന്നിട്ടുള്ളതാണ്. ഫെബ്രുവരിയിൽ അതിന്റെ പ്രൊവിഷണൽ കീ വന്നിട്ടേ ഉള്ളൂ. ഫൈനൽ ഇതുവരെ വന്നിട്ടില്ല. സോ കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. ആകെ ആ ഡാറ്റ ടാബും ഹോം ടാബും കൂടെ വന്നിട്ടുള്ള എക്സൽ സൈഡിൽ നിന്ന് മാത്രമേ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാനുള്ള ചാൻസ് ഉള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും പക്കയാണ്. പിന്നെ ഇനി നമ്മൾ 2025 വരികയാണ്. വേറെ ക്വസ്റ്റ്യൻസ് 2026 പുതിയതൊന്നും ഇല്ലാത്തതുകൊണ്ട് 2025 ലാസ്റ്റ് ഡിസംബറിൽ നടന്നിട്ടുള്ള ഓഫീസ് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതും ഇതുപോലെ ഭയങ്കര ടഫ് ആയിരുന്നു പവർ പോയിന്റിന്റെ സൈഡിൽ നിന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആളുകൾ കൂടുതലും ഇത്തവണ ഇറങ്ങിയിട്ടുള്ളത് പവർ പോയിന്റിലാണ്. അപ്പൊ അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും വേർഡ് കൃത്യമായിട്ട് അറിയാം. വേർഡിന്റെ A to Z കാര്യങ്ങൾ അറിയാം. ആളുകൾ സ്കിപ്പ് ചെയ്യുന്നത് ഈ എക്സലും പവർ പോയിന്റും ആണ്. അപ്പൊ അവിടെയാണ് ആളുകളെ ഇനി പിടിക്കാനായിട്ട് പോണത്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. പഴയ കോൺഫിഡൻസ് കളയണ്ടെന്നല്ല, പക്ഷേ അത്തരത്തിലുള്ള പഠിത്തം പോരാ എന്നുള്ളതും കൂടെ പറയണം. കാരണം ഞാൻ ഇത്ര എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 2021 ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് തർക്കിക്കാൻ നിൽക്കാറുണ്ട്. ഇത്രയും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ പറയും, നിങ്ങൾ കാര്യങ്ങൾ അറിയണം. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ ഒരു റാങ്ക് ഒക്കെ ആയിരിക്കും താഴോട്ട് പോകുക. അതുകൊണ്ട് എല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് അന്ന് ക്ലാസ് എടുക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ആ ക്ലാസ് എടുക്കുന്ന ലെവലിലോട്ടാണ് ഇപ്പോൾ PSCയുടെ ക്വസ്റ്റ്യൻസ് വരണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓരോ ക്ലാസ്സുകളും ഓരോ മണിക്കൂർ വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ കാര്യം സ്ലൈഡില് വ്യൂസുകളാണ്. അപ്പൊ നോർമൽ, ഔട്ട്ലൈൻ, അതുപോലെ തന്നെ എന്താണ് സ്ലൈഡ് സോർട്ടർ വ്യൂസ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ വ്യൂ ഇവിടെ കാണാം. നോർമൽ വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലെ? സ്ലൈഡ് കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നോർമൽ വ്യൂസ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുക. അപ്പൊ ഇതിന് ഇവിടെ ഒരു സൈഡിൽ ഒരു സ്ലൈഡ് പാനൽ ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് സ്ലൈഡ് എന്നും നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ കാണിക്കുന്ന കാര്യങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എന്താ പറയുക, ഒന്ന് സൂം ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങളുടെ സ്ക്രീന്. അപ്പൊ ഇവിടെ സ്ലൈഡ് എന്നും ഔട്ട്ലൈൻ എന്നും പറയുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാനിവിടെ ഏതെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ആക്കാം. ആ ഫയൽ അപ്പുറത്ത് ഓപ്പൺ ആയി കിടക്കും, അതുകൊണ്ടാണ്. ഇത് നോക്കിയേ, ഇത് നമ്മുടെ ഇന്നലത്തെ ആ ഒരു ഇതാണ് നമ്മൾ എടുത്തേക്കണേ. അപ്പൊ ഇത് ഇങ്ങനെ സ്ലൈഡ് ആയിട്ട് നമുക്ക് കാണിക്കുന്നതാണ് ഈ ഒരു സ്ലൈഡ് എന്ന്, നോർമലിനെ തന്നെ സ്ലൈഡ് എന്ന് പറയുന്ന ഭാഗം. നോർമലിന്റെ തന്നെ മറ്റൊരു വ്യൂ ആണ് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അവിടെ നോക്കിയേ, ഗ്രാഫിക്സ് ഇല്ല, ജസ്റ്റ് ആ അക്ഷരങ്ങൾ നമ്മൾ മാത്രം കാണാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ള ഈ ലെറ്ററിങ്ങോ ഈ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ആ ലെറ്റർ, കോമൺ ലെറ്റേഴ്സ് എന്തൊക്കെ ഉണ്ടോ അത് മാത്രമാണ് കാണിക്കുക. ക്ലിയർ ആണോ? അതാണ് ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനിയുള്ളത് സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. സ്ലൈഡ് സോർട്ടർ കണ്ടോ, ഒരൊറ്റ പേജില് അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്ക്രീനിനകത്ത് എല്ലാ കാര്യങ്ങളും, എല്ലാ സ്ലൈഡുകളും ചെറുതാക്കി കാണിക്കുന്നതാണ് സ്ലൈഡ് സോർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഡിസൈൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അനിമേഷൻസിനകത്ത് ട്രാൻസിഷൻസ്, ഏതൊക്കെ സ്ലൈഡാണെന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ട്രാൻസിഷൻസ് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ 25 എന്ന് എഴുതിയിട്ടുള്ള ഈ സ്ലൈഡിനെ എനിക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. കണ്ടോ? എന്തില്ല, ഒത്തിരി പാടില്ല. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ ഒറ്റ സ്ക്രീനിൽ എങ്ങോട്ടാണോ നിങ്ങൾക്ക് ഇടണ്ടേ, ഇപ്പൊ ഈ സ്ലൈഡ് ഇവിടെ കൊണ്ടുവന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. കണ്ടോ? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈസി ആക്കി തരുന്നതാണ് സ്ലൈഡ് സോർട്ടർ എന്ന് പറയുന്നത്. ചെറിയ തമ്പനെയിൽസ് ആയിട്ട് കാണിച്ചു തരുന്നതാണ്. മറ്റേത് ടെക്സ്റ്റ് ഓൺലി മോഡാണ് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. നോർമൽ എന്ന് പറയുന്നത് ഡീഫോൾട്ട് വ്യൂ ആണ്, എഡിറ്റിംഗ് വ്യൂ ആണ്. ക്ലിയർ? അപ്പോൾ ഇതാണ് പവർ പോയിന്റിന്റെ പുതിയ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ ലൈവിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ ഇത് പവർ പോയിന്റിലെ 2026 ക്വസ്റ്റ്യൻ ആണ്.
കുറച്ച് ബാക്കിലോട്ട് വരുമ്പോഴും ഇതേ ഒരു പാറ്റേൺ ആണ് എന്നാണ് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. ഓഫീസ് അസിസ്റ്റന്റ് എക്സാം എഴുതിയവരൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ അവർ പണ്ട് ക്ലാസ്സിൽ ഉണ്ടായിരുന്നവര് അന്ന് വെറുതെ വിട്ട വീഡിയോസ് ഒക്കെ ഒന്നും കൂടെ എടുത്ത് കണ്ടപ്പം അതിനകത്ത് ആ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. അവർക്ക് അതിനകത്ത് എഴുതാൻ പറ്റി എന്നറിഞ്ഞതിനകത്ത്. പിന്നെ അപ്പം നമ്മൾ പവർ പോയിന്റിന്റെ ക്ലാസ്സസിന്റെ എണ്ണം കൂടും എന്നാണ് ഈ പറഞ്ഞു വരണത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ മെയിൻ ക്ലാസ്സിൽ വേർഡ് കഴിഞ്ഞാൽ പവർ പോയിന്റ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പഠിച്ചിട്ട് എക്സൽ തുടങ്ങും. എക്സൽ വേറൊരു സ്ട്രീം ആണല്ലോ. സോ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ആവണം കേട്ടോ. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഇംഗ്ലീഷ് ആൻസർ നമ്മൾ മെയിൻ ക്ലാസ്സിന്റെ ലൈവിൽ പറയാം കേട്ടോ. ഇന്നലെ ഞാൻ അത് ഫിനിഷ് ചെയ്യേണ്ടതായതുകൊണ്ട് പറയാതിരുന്നതാണേ. ഇന്ന് പറയോ അല്ലെങ്കിൽ എഴുതിയിടുകയോ ചെയ്യാം കേട്ടോ. ഓക്കെ, ഫൈൻ, താങ്ക് യു.